ഹായ്, ഈ വീഡിയോയ്ക്ക് ഞാൻ ഇൻട്രോ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. കാരണം ഇത് ഞങ്ങൾ മുമ്പ് പോയിട്ടുള്ള ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. മുമ്പെന്ന് പറഞ്ഞാൽ ചായം പോകുന്നതിന് മുമ്പാട്ടോ. പക്ഷേ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പായിപ്പോയി. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾക്ക് കിട്ടിയൊരു ട്രിപ്പ് എന്ന് പറയില്ലേ, ഞങ്ങളുടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അങ്ങനെ കേട്ടോ. ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം പ്രതീക്ഷിക്കാതെ, പക്ഷെ അതൊക്കെ നല്ലതായിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ തലേന്ന് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തു. ഇവൻ്റെ ആദ്യത്തേതായതുകൊണ്ട് ഞങ്ങൾക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ഞങ്ങൾ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തു. ഞങ്ങൾ രാവിലെ മോർണിംഗ് ഇവിടെ എത്തി. ഇങ്ങനെ ചെറിയൊരു കയറ്റം കേട്ടോ, അതിൻ്റെ തുടക്കം മുതലേ നല്ല കിതപ്പുണ്ട്. ചെന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ റിസപ്ഷനും പിന്നെ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റിയ സ്പോട്ടൊക്കെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നടക്കുന്ന രണ്ട് സൈഡും എന്താ പറയുക, പ്രകൃതി രമണീയം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമുക്ക് ഭയങ്കര കാം ആൻഡ് ക്വയറ്റും. എപ്പോഴും ഈ ചീവീട്, പക്ഷികൾ, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. തുടക്കം തന്നെ ഇങ്ങനെ കോട്ടേജുകൾ, ഇങ്ങനെ എന്താ പറയുക, ഒരു ചെറിയ ചെറിയ കോട്ടേജുകളായിട്ട് തിരിച്ചിട്ടുള്ള റൂംസാണ് ഇവിടെ മെയിനായിട്ട്. അല്ലാതെ വലിയ ബിൽഡിങ് കെട്ടിയിട്ട് അതിനകത്തുള്ള റൂംസ് അല്ല കേട്ടോ. അപ്പോൾ ആദിത്യ നേച്ചർ എന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ നെയിം. നമ്മൾ ചെന്ന് കയറിയപ്പോൾ തന്നെ നേരെ കാണുന്നത് കാർ പാർക്കിങ്ങിൻ്റെ സ്പേസും താഴത്തേക്കാണ് ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. മേളിലേക്ക് ഇതുപോലത്തെ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടേജസ് ആട്ടോ. അതായത് 2 പേരല്ല, ഒരു ഫാമിലി മൊത്തത്തിൽ നിൽക്കാൻ പറ്റിയ ഏരിയകളാണ് മുകളിലേക്ക്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് എന്താ പറയുക, 2 സൈഡും ഇങ്ങനെ മരങ്ങളും ചെടികളും, ഒരു വെറൈറ്റി ഒരു സെറ്റപ്പ്. എനിക്ക് എന്തായാലും ഇഷ്ടമായി, എന്നെക്കാളും ഇച്ചായന് ഇഷ്ടമായി. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് മൊത്തത്തിൽ കാണാൻ വേണ്ടി നടന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നടന്ന് കാണാനുണ്ട്. അങ്ങനെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു ഗെയിമിങ്ങിൻ്റെ പ്ലേസ് ഉണ്ട്. പിന്നെ അതേപോലെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ക്യാൻറ്റീൻ ഉണ്ട്. ചെറിയൊരു ടീയുടെ ഒരു സ്പേസ് ഉണ്ട്. അതൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, കാരണം സീസൺ അല്ലാത്തതുകൊണ്ട് ഓപ്പൺ അല്ല എന്നാണ് പറഞ്ഞത്. അവിടുന്ന് പിന്നെ റൈറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് സ്വിമ്മിംഗ് പൂള് വരുന്നുണ്ട്. അതിൻ്റെ നേരെ തന്നെ മുകളിലാണ് പ്ലേയിങ് സെക്ഷനൊക്കെ. സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നു കഴിയുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ. എന്തോ ഭാഗ്യം, ഞങ്ങൾ പോയ അന്ന് അധികം ആളുകൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി തന്നിരിക്കുകയായിരുന്നു ആ സ്വിമ്മിംഗ് പൂള്. ഞങ്ങളുടെ അവിടുന്ന് പക്ഷെ മുകളിലേക്ക് കയറണം എന്നുള്ള ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ മൊത്തത്തിൽ അത് കൈയടക്കിയേക്കായിരുന്നു. അവിടുന്ന് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് അവിടുന്ന് മുകളിലേക്ക് കയറുമ്പോഴാണ് ഇതുപോലെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ചെറിയൊരു പ്ലേ സ്റ്റേഷൻ പോലത്തെ ഒരു സംഗതിയുണ്ട്. നമുക്ക് വലിയവർക്ക് ഇരുന്ന് സംസാരിക്കാനും ചെറിയ ചെറിയ കളികൾ കളിക്കാനും എല്ലാം ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാരം ബോർഡ്, അതേപോലെ ഷട്ടിൽ. അങ്ങനെ ഷിട്ടുവിൻ്റെ ഞങ്ങളുടെ ഫസ്റ്റത്തെ കേരള ട്രിപ്പ് അല്ലേ. ഞങ്ങൾ ഇതിനു മുമ്പ് ദുബായിൽ ട്രിപ്പ് പോയി, പക്ഷെ ഞങ്ങൾ ഉണ്ടായില്ല. അതെ, ഇത് കേരളത്തിലെ ഫസ്റ്റത്തെ ട്രിപ്പ്. പക്ഷെ ഞാൻ മറ്റു കുറേ നടന്ന് കാണാനുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മുകളിലെ ഏരിയ മാത്രം കണ്ടേ, ഇതേപോലെ താഴെയുണ്ട്. നമുക്ക് താഴെയാണ് റൂം. കോട്ടേജ് കുറേ ഉണ്ട്. അതെ, എന്താ പറയണേ, എന്താണെന്ന് വെച്ചാൽ പറഞ്ഞേ. കൊച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ തന്നെത്താലെ വീഡിയോ എടുത്തു അല്ലേ. അവന് പുതിയ ആക്സന്റ് കണ്ടുപിടിക്കും. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ച് വർത്തമാനം പറഞ്ഞൊക്കെ കഴിഞ്ഞ് ഗ്രൗണ്ടിൻ്റെ ബാക്കിൽ കൂടി ഒരു വഴിയുണ്ട്. അതിലിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ബാക്ക് സൈഡിലേക്കും കുറേ കോട്ടേജസും അതിന് ചുറ്റിപ്പറ്റിയുള്ള എന്താ പറയുക മുളകൾ കാര്യങ്ങളൊക്കെ കണ്ട് അവിടുന്ന് തിരിച്ച് കയറി അവിടുന്ന് അതേപോലെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ സെയിം പോലെ, അതായത് നമുക്ക് സത്യത്തിൽ കാണുന്നത് മാറിപ്പോവും. നമ്മൾ ഇതിലാണോ വന്നത് അതിലാണോ വന്നതെന്ന്. പക്ഷെ അങ്ങനെ മാറാതിരിക്കാനായിട്ട് അവരിവിടെ അതേ ചെറിയൊരു ബോർഡിൽ ഇത്ര സെക്ഷനിലേക്ക് ഇത്ര റൂം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ആ ഗ്രൗണ്ട് ചുറ്റി വരുമ്പോഴാണ് ഞാൻ ഈ ഒരു സാധനം കണ്ടത്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ടോപ്പിക് അറിയാൻ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ ഫുൾ വ്യൂ കാണാമെന്ന് പറഞ്ഞു. ഒട്ടി ഞാൻ വലിഞ്ഞു കയറി, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം താഴെ വീഴുമെന്നൊക്കെ ഉള്ളൊരു പേടി എനിക്ക് തോന്നി കേട്ടോ. എന്നാലും വേണ്ടില്ല, ഞാൻ വലിഞ്ഞു കയറി. ഞാൻ മൊത്തത്തിൽ അതിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി താഴത്തേക്ക് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ മരത്തിൻ്റെ മുകളിൽ വീട് കെട്ടിയിട്ട് ഇതാക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീല് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ വന്നാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം കേട്ടോ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഞാൻ ഇറങ്ങാനുള്ള പ്ലാനാണ്. പക്ഷെ എനിക്ക് പേടിയുണ്ട്. എനിക്ക് താഴ്ചയിലേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടി കേട്ടോ.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന വഴി തിരിച്ച് വരുമ്പോഴാണ് താഴത്തേക്ക് ഇതേപോലെ കുറേ കോട്ടേജസ് ഉണ്ട്. അവിടെയാണ് നമ്മുടെ റൂം കാണാനായിട്ട് ഇനി പോവാം കേട്ടോ. താഴത്തേക്ക് നമ്മളിങ്ങനെ പഴയ കാലത്ത് ഇങ്ങനെ കല്ലും കൊണ്ട് കെട്ടിയ സ്റ്റെപ്പൊക്കെയാണ്. ഒരു കാം ആൻഡ് ക്വയറ്റാണ്. അതന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. എപ്പോഴും ഈ ചീവീടിൻ്റെ അതേപോലെ കിളികളുടെ ആ സൗണ്ട് അല്ലാതെ വേറെ പുറത്തുനിന്ന് വണ്ടികളുടെ ഇങ്ങനെ ബഹളം അതൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോട്ടേജ്. മുകളിൽ നമുക്കൊരു ലിവിങ് റൂം, ചെറിയൊരു കിച്ചൺ പോലെ ഒരു സ്പേസ്, ഒരു ബാൽക്കണി, പിന്നെ താഴെയാണ് നമ്മുടെ ബെഡ്റൂം കേട്ടോ. നമ്മൾ റൂമിൻ്റെ ഡോറ് തുറന്നുള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു പ്ലേസ് ഇതാണ്. ഇതിൽ നല്ലൊരു സൗകര്യം കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഭാവിയിലേക്ക് വീട് വെക്കുമ്പോൾ ഇതുപോലെ വെക്കാം. ഞങ്ങൾ അങ്ങനെ വലിയ വീട് വെച്ച് ആഡംബരമായിട്ട് കഴിയണം എന്നല്ല, ചെറിയൊരു വീട് അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് വെക്കണം എന്നാണ്. അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. താഴെ ബെഡ്റൂമും മുകളിൽ കിച്ചണും ലിവിങ് റൂമുമായിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ താഴത്ത് ബെഡ്റൂം കാണിച്ചു തരാം. നമുക്കിവിടെ 2 സോഫ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് നിവർത്തിയിട്ട ബെഡായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഫ്രിഡ്ജുണ്ട്, പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്. അങ്ങനെ കുറേ സംഗതികൾ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ളതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. താഴത്തേക്ക് എന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ നമുക്ക് ടി വി ഉണ്ട്. ടി വി ഇല്ലാത്ത റിസോർട്ട് ഉണ്ടാവില്ലല്ലേ, സോറി, എന്നാലും ഉള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ബാത്റൂം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ശരിക്കും ഞങ്ങളുടെ റൂമിലെ ബാത്റൂമിൻ്റെ ഒരു ഫീൽ തോന്നി കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലും ചെറിയൊരു പുറത്തേക്കൊരു വ്യൂ ഉണ്ട്. അതേപോലെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസും ഉണ്ട്. ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. അതൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ സ്വിമ്മിംഗ് പൂള് ഞങ്ങൾക്ക് സ്വന്തമായി എഴുതി തന്നു. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ ഷിട്ടുവിനെയും കൂട്ടി വന്നേക്കാം. അവൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അവൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു ടൈമാണ് കേട്ടോ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, ഇതിന് മാത്രം അവന് സന്തോഷം. അവനല്ലെങ്കിൽ വെള്ളം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ജീവനാണ്. അത് അപ്പൻ്റെ അതേപോലെയാണ് അവന്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു, തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ടൈം കിട്ടുമ്പോൾ ഫാമിലിയോട് കൂടി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ലൈഫ് ലോങ് നമുക്ക് ഓർത്ത് വെക്കാനും നമ്മുടെ സന്തോഷവും. ടാറ്റാ.